നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മകരമാസം എത്തിയിരിക്കുകയാണ്. മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് ഓരോരോ രാശിക്കൂറുകാരുടെ ആയിട്ട് ഫലത്തെ പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം. കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന മാസമാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുടെ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അബദ്ധങ്ങളിൽ ഒന്നും ചെയ്യുന്നത് ചാടാതിരിക്കുക. വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക, മിതമായി ഉപയോഗിക്കുക എന്ന് പറയാം. പൊതുവെ വിശ്രമം കുറയാനുള്ള സാഹചര്യങ്ങളുള്ള മാസമാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്ന യുവാക്കൾക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുന്ന മാസമാണ്. വ്യവഹാര കാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. കൂടുതലായിട്ട് യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ആരോഗ്യപരമായി പൊതുവെ അനുകൂലമല്ലാത്ത മാസമാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വിഷമതകളും ചിലപ്പോഴൊക്കെ അലട്ടിയേക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. അധികാരികളുടെ സ്ഥാനത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. പൊതുവെ സന്തോഷം തരുന്ന വാർത്തകൾ ശ്രവിക്കുന്ന മാസമാണ്. കുടുംബജീവിതത്തിൽ സൗഖ്യം ഉണ്ടാകുന്നതാണ്. പൊതുവെ ജീവിതത്തിൽ മുഴുവൻ സൗഖ്യം ഉണ്ടാകുന്ന മാസം കൂടിയാണ്. അതേപോലെ തന്നെ ജീവിത പങ്കാളിയുമായി നേരത്തെ ചില അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിച്ചു പോകാനും സാധിക്കുന്ന മാസമാണ്. കർമ്മരംഗത്ത് പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകാം. ഗുണവർദ്ധനവിനായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, വെണ്ണ നിവേദ്യം, പാൽപായസം തുടങ്ങിയ വഴിപാടുകളെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന മകരമാസം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ് ഇപ്പോൾ മകരമാസം. മറ്റുള്ളവരെ അമിതമായി ആശ്രയിച്ച് മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാക്കാതെ ഇരിക്കുക. അവിചാരിതമായി പണച്ചെലവ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ചെലവ് നിയന്ത്രിക്കുക. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സൗഖ്യം നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ വാക്കുറപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. തൊഴിൽപരമായി ചില മാറ്റങ്ങളും ഉണ്ടായേക്കാം. സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കുന്ന മാസമാണ്. കുടുംബത്തിൽ അതേപോലെ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് അന്യരുടെ ഇടപെടലൊക്കെ ഉണ്ടായേക്കാം. യാത്രകളൊക്കെ കൂടുതലായി ആവശ്യമായി വന്നേക്കാം. പ്രവർത്തന വിജയം കൈവരിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. കലാകാരന്മാരായിട്ടുള്ളവർക്കും നേട്ടത്തിന് സാഹചര്യം ഉണ്ടാകുന്നതാണ്. പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ധനാഗമം ഒക്കെ ലഭിക്കാം. കൂടാതെ തൊഴിലുടമകൾ, മേലധികാരികൾ എന്നിവരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. ഇടവക്കൂറുകാർ ദോഷശമനത്തിനായി ഗണപതി പ്രീതിയാണ് വരുത്തേണ്ടത്. വെള്ളിയാഴ്ചകൾ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. നിത്യേന നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ശതനാമാവലി തുടങ്ങിയ മന്ത്രങ്ങളെ ജപിക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ് വരുന്നത്. അവിചാരിതമായി യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. മാനസികമായി സന്തോഷം വർദ്ധിക്കുന്നതുമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വീട്ടിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. തടസ്സങ്ങളൊക്കെ മാറി കാര്യ പുരോഗതി ഉണ്ടാകുന്നതാണ്. പുതിയ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബിസിനസ്സിലൊക്കെ നേട്ടം കൈവരിക്കാനും സാഹചര്യമുണ്ട്. ദമ്പതികൾ ഒന്നിച്ച് യാത്രകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗത്ത് നിന്ന് അല്പം അവധിയെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. പുണ്യസ്ഥല സന്ദർശനത്തിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. യാത്രയ്ക്കായി പണം നീക്കി വെക്കേണ്ട സാഹചര്യങ്ങൾ വരാം. ത്വക്ക് രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ശമിക്കാനുള്ള സാഹചര്യം വന്നുചേരും. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കുന്നതാണ്. പൊതുവെ മാനസികമായി സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ്. ഭൂമിയിൽ നിന്ന് പൊതുവെ ധനലാഭം ഉണ്ടാകുന്നതാണ്. അയൽവാസികളുടെയും സഹായം ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്കുണ്ടായിരുന്ന രോഗാരിഷ്ടതകളൊക്കെ ഇല്ലാതാകുന്നതാണ്. ധനപരമായി പൊതുവെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. സന്താനങ്ങൾക്ക് പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനുള്ള സാഹചര്യങ്ങളും വന്നുചേരാം. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് അനുകൂല ഉത്തരവുകളും വന്നുചേരാം. പൊതുവെ അലസത പിടികൂടാനും സാധ്യതയുണ്ട്. ചെലവുകൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ദോഷശമനത്തിനായി മിഥുനക്കൂറുകാർ
ശിവക്ഷേത്ര ദർശനം നടത്തി ശക്തിയുക്ത വഴിപാടുകളെ ചെയ്യുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ഭവനത്തിൽ ശിവ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് മാസത്തിന്റെ പകുതി വരെ ഗുണഫലങ്ങൾ കുറഞ്ഞു നിൽക്കുന്നതാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടായേക്കാം. ബിസിനസ്സിലൊക്കെ അല്പം നഷ്ടം സംഭവിക്കാനും സാധ്യതയുണ്ട്. പൊതുവെ ഭക്ഷണ സൗഖ്യവും കുറയുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട്. വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാഹചര്യമുണ്ട്. ഏറ്റെടുത്ത ജോലികളൊക്കെ പൂർത്തിയാക്കുന്നതാണ്. ആവശ്യത്തിലധികം മാനസിക സംഘർഷം ഉണ്ടാകുന്നതാണ്. പൊതുവെ വിശ്രമം കുറയുന്നതാണ്. യാത്രകളിലൊക്കെ സന്തോഷം ലഭിക്കുന്നതാണ്. കുടുംബസുഖത്തിലും വർധനവുണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്ത്രം, ആഭരണം ഇവയുടെയൊക്കെ ലാഭമുണ്ടാകുന്നതാണ്. ധനപരമായിട്ടുള്ള ചെലവുകൾ വർദ്ധിക്കും. ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത് പരമാവധി ഒഴിവാക്കുക. നടപ്പിലാകില്ല എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ തൊഴിലൊക്കെ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്ത ബന്ധുക്കളുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ച തോറും ദർശനം നടത്തുക. രാമായണത്തിലെ യുദ്ധകാന്ഡം സ്ഥിരമായി പാരായണം ചെയ്യുക. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലൊക്കെ തടസ്സങ്ങൾ വന്നേക്കാം. താമസവും നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. വൈകിയാണെങ്കിൽ പോലും രോഗ ദുരിതങ്ങളിൽ നിന്ന് ശമനമുണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായിട്ടും ചില അരിഷ്ടതകളൊക്കെ ഉണ്ടാകാം. അനാവശ്യമായി മാനസിക ഉത്കണ്ഠ ഉണ്ടാകാം. വീട്ടിലെ പൊതുവെ സുഖ അന്തരീക്ഷം കുറയുന്നതാണ്. പൊതുവെ പ്രവർത്തന വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ബന്ധുജനങ്ങളുമായി സമാഗമം ഉണ്ടാകുന്നതാണ്. അടുത്ത ബന്ധുജനങ്ങൾക്ക് അല്പം രോഗാരിഷ്ടതകളും ഉണ്ടായേക്കാം. പണമിടപാടുകളിലൊക്കെ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ്. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. സാമ്പത്തികപരമായി നേട്ടമുണ്ടാകുന്ന മാസമാണ്. മനസ്സിന് സന്തോഷസൂചകമായിട്ടുള്ള വാർത്തകൾ ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് രോഗാരിഷ്ടത ഉണ്ടായേക്കാം. അതേപോലെ തന്നെ സഞ്ചാര ക്ലേശവും ഉണ്ടാകാം. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. ജീവിത പങ്കാളിക്കും പൊതുവെ നേട്ടങ്ങളുള്ള മാസമാണ്. തൊഴിലിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവുമായി ദേവീ പ്രീതി വരുത്തുക. ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പഞ്ചദുർഗ മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ഗുണഫലത്തെ നൽകുന്നതാണ്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അധികരിച്ചു നിന്നിരുന്ന മാനസിക സംഘർഷമൊക്കെ കുറയുന്നതാണ്. പണമിടപാടുകൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുടെ ഗുണാനുഭവങ്ങൾ കുറയുന്നതാണ്. യാത്രകളിലൊക്കെ ആവശ്യമായി വന്നേക്കാം. കുടുംബജീവിതത്തിൽ സൗഖ്യമുണ്ടാകുന്നതാണ്. മാതാവിനോ മാതൃതുല്യരായിട്ടുള്ളവർക്കോ ഉണ്ടായിരുന്ന അരിഷ്ടതകളൊക്കെ ഇല്ലാതാകാം, ശമിക്കാം. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. പൊതുവെ പഠനത്തിലും ജോലിയിലും അലസത വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സഞ്ചാരം മൂലം ക്ലേശമുണ്ടാകുന്നതാണ്, ക്ഷീണമുണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണ സുഖവും ലഭിക്കുന്നതാണ്. ബിസിനസ്സിലൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുവെ വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മാസാവസാനത്തോടെ കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങൾക്കും സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. കൂടാതെ സഹപ്രവർത്തകർ നിമിത്തമായി മനോവിഷമം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സാഹസിക പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശംഖാഭിഷേകം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തുക. ഭവനത്തിൽ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന സമയമാണ്. ധനപരമായും പൊതുവെ അനുകൂലമുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭക്ഷണ സുഖം ലഭിക്കുന്നതാണ്. വിവാഹാലോചനയൊക്കെ അനുകൂലമായി വരുന്നതാണ്. മുൻപിൻ ചിന്തിക്കാതെ എടുത്തിയാടുന്ന സ്വഭാവമൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ചില സുഹൃത്തുക്കളുടെയൊക്കെ പെരുമാറ്റം നമ്മളെ അലോസരപ്പെടുത്തിയേക്കാം.
അതേപോലെ തന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ മൂലം തൊഴിലിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ അന്യരായിട്ടുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. ദേഹസുഖം പൊതുവെ കുറയുന്നതാണ്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ്. സുഹൃത്ത് ഗുണം വർദ്ധിക്കുന്നതാണ്. സർക്കാരിന്റെയൊക്കെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷം പൊതുവെ വർദ്ധിക്കുന്നതാണ്. പ്രധാന തൊഴിലിൽ നിന്ന് അവധിയെടുത്ത് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉദ്ദിഷ്ട കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാം. യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. ദോഷശമനത്തിനും ഗുണവർദ്ധനവുമായി ഹനുമാൻ സ്വാമിയെ ഭജിക്കുക. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ചകളിൽ ദർശനം നടത്തുക. അവിൽ, പഴം എന്നിവ നിവേദിക്കുക. ക്ഷേത്രത്തിലിരുന്ന് ഹനുമാൻ സ്വാമി മന്ത്രങ്ങളെ ജപിക്കുക. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ്. സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കത്തിലൊക്കെ തീരുമാനമാകുന്നതാണ്. വിദേശത്ത് ജോലിയുള്ളവർക്ക് നാട്ടിൽ തിരിച്ചെത്താൻ സാഹചര്യം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നതാണ്. ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ്. സാമ്പത്തികമായി ചില വിഷമതകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പൊതുവെ വാഹനത്തിന് അറ്റകുറ്റപ്പണികളും ആവശ്യമായി വന്നേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ്. ഔഷധ സേവയൊക്കെ ആവശ്യമായി വന്നേക്കാം. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. മാസമധ്യത്തിന് മുമ്പ് അല്പം ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാം. യാത്രകളൊക്കെ കൂടുതലായി ആവശ്യമായി വന്നേക്കാം. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാം. ബിസിനസ് കാര്യങ്ങളിലൊക്കെ പൊതുവെ അനുകൂലമാണ്. ചികിത്സയിലൊക്കെ കഴിയുന്നവർക്ക് അനുകൂല സമയമല്ല. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പൊതുവെ മനസ്സുഖം കുറയുന്നതാണ്. എന്നാൽ തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ജലദോഷം, പനി, കാലാവസ്ഥാജന്യമായിട്ടുള്ള രോഗങ്ങൾ എന്നിവയിൽ നിന്ന് കരുതലെടുക്കുക. കടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ കുറയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സുഹൃത്ത് സഹായമൊക്കെ വർദ്ധിക്കുന്നതാണ്. ദോഷശമനത്തിനായി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിത്യേന വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്ന മൂലം, പുരാടം, ഉത്രാടം, കാലം എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് രോഗമുണ്ടായിരുന്നവർക്ക് അതിൽ ശമനം ഉണ്ടാകുന്നതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന വിജയം ഉണ്ടാകുന്നതാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സമാഗമം ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നമനം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കൾ നിമിത്തം നേട്ടമുണ്ടാകുന്നതാണ്. പൈതൃക സ്വത്ത് അനുഭവവേദ്യമാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ലഭിക്കുന്നതാണ്. കുടുംബസമേതം യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് അനുകൂലമാണ്. സ്വന്തമായി ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കും. മാസത്തിന്റെ പകുതി കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവുകളൊക്കെ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ വാഹനയാത്രക്കിടെ ധനനഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. വീടൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ഇഷ്ടജനങ്ങളെയൊക്കെ പിരിഞ്ഞു കഴിയേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ദോഷശമനത്തിനായി ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദേവി മഹാത്മ്യം 11-ാം അധ്യായം പാരായണം ചെയ്യുക. ജന്മനാളിൽ ദേവീക്ഷേത്രത്തിൽ ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി ചെയ്യുക. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് മാനസികമായി നിലനിന്നിരുന്ന ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ അല്പം കൂടി കാത്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. തൊഴിൽ സ്ഥലത്ത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർ അതൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. വീട് നിർമ്മാണമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ തുടങ്ങാനും പൂർത്തീകരിക്കാനും ഒക്കെ സാഹചര്യമുണ്ട്. രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന മാസമാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുന്നതാണ്. ഭൂമി, വീട് എന്നിവ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആയുധം, അഗ്നി ഇവയാൽ പരിക്കേൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. കരുതലെടുക്കുക. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. തൊഴിലിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. പ്രണയകാര്യങ്ങളിൽ സാഫല്യം ഉണ്ടാകുന്നതാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താവിനെ ഭജിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും അനുകൂല ഫലത്തെ നൽകും. നിത്യേന വീട്ടിൽ ശാസ്താവിന്റെ അഷ്ടോത്തര നാമാവലി ജപിക്കുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2-ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രതികൂല ഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന സമയമാണ്. സാമ്പത്തികമായ വിഷമതകൾ നേരിടാം. സന്താന ഗുണം അനുഭവിക്കുന്നതാണ്. ആരോഗ്യപരമായി ചെറിയ വിഷമതകൾ ഉണ്ടാകാം.
തൊഴിൽ രംഗം പൊതുവെ പുഷ്ടിപ്പെടുന്നതാണ്. വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കരുതലെടുക്കുക, ഒഴിഞ്ഞു മാറുക. പ്രേമബന്ധങ്ങളിലുള്ളവർ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പുതിയ വാഹനം വാങ്ങാനുള്ള ആലോചന നടക്കുന്നതാണ്. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ ഒന്നിക്കുന്നതാണ്. വ്യവഹാര കാര്യങ്ങളിൽ തിരിച്ചടി ഉണ്ടാകുന്നതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പൊതുവെ നേട്ടമുണ്ടാകുന്ന സമയമാണ്. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടാകുന്നതാണ്. പണമിടപാടുകളിൽ നഷ്ടമുണ്ടാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ നേരിയ എതിർപ്പുകൾ ഉണ്ടാകാം. ദാമ്പത്യ കലഹമൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി ഉണ്ടായേക്കാം. പണമിടപാട് കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുക, നഷ്ടമുണ്ടാകാതെ നോക്കുക. ബിസിനസ് കാര്യങ്ങളിലൊക്കെ ചില എതിർപ്പുകൾ ഉണ്ടായേക്കാം. ദാമ്പത്യ കലഹം ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഇല്ലാതാകുന്നതാണ്. ബന്ധുക്കൾ തമ്മിലുള്ള ഭിന്നതകളും അവസാനിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ സംബന്ധിക്കാൻ സാധിക്കുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ആവശ്യമായി വന്നേക്കാം. ഭാഗ്യപരീക്ഷണങ്ങളിൽ ധനനഷ്ടം ഉണ്ടാകാം. കർമ്മരംഗത്ത് എതിർപ്പുകൾ ഉണ്ടാകാം. അപവാദം കേൾക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഭൂമി, വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു പ്രീതി വരുത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തുളസിയിലമാല സമർപ്പിക്കുക. കൂടാതെ വെണ്ണ നിവേദ്യം നടത്തുക. ജന്മനക്ഷത്രത്തിൽ പാൽപായസം നടത്തുക. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉള്ളത്. സ്ഥാനലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. സ്വദേശം വിട്ട് ദൂരയാത്രയൊക്കെ ആവശ്യമായി വന്നേക്കാം. സാമ്പത്തികമായി നേട്ടം കൈവരിക്കാൻ സാഹചര്യം ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള അവിചാരിത ധനലാഭവും ഉണ്ടാകുന്നതാണ്. വിശ്രമം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. സാമ്പത്തിക വിഷമതകളൊക്കെ ശമിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾക്കായി പണം ചിലവിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനപരമായിട്ടും നേട്ടങ്ങളുള്ള സമയമാണ്. മാതൃഗുണവും ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളി വഴിയും നേട്ടമുണ്ടാകുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ബന്ധുക്കളുടെ വിവാഹ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. സ്വപ്രയത്നത്തിൽ എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകുന്നതാണ്. നേട്ടങ്ങളൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ്. എന്നാൽ അനാവശ്യ ചിന്തകളും മനസ്സിനെ അലട്ടിയേക്കാം. അന്യരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ ശ്രദ്ധിക്കുക. ജീവിത സുഖം പൊതുവെ വർദ്ധിക്കുന്നതാണ്. അവിചാരിത കാരണങ്ങളാൽ നിരാശ അധികരിച്ചു നിൽക്കുന്ന സമയമാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ സാധിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. ആരോഗ്യസ്ഥിതിയും പൊതുവെ മോശമായിരിക്കും. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി മഹാവിഷ്ണു പ്രീതി വരുത്തുക. ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ സമർപ്പിക്കുക. കൂടാതെ ജന്മനക്ഷത്ര ദിവസം പാൽപായസം വഴിപാടായി നടത്തുക. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാടായി നടത്തുക. 12 രാശിക്കൂറുകാരുടെയും മകരമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.